നമസ്കാരം, സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലബോറട്ടറി അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് PSC നടത്താൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്. 1914 ആരംഭിച്ച നായർ ബൃദ്ധജന സംഘം ഇപ്പോൾ അറിയപ്പെടുന്ന പേര്? നായർ സർവീസ് സൊസൈറ്റി, NSS. 1914 ആരംഭിച്ച നായർ ബൃദ്ധജന സംഘം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നായർ സർവീസ് സൊസൈറ്റി. സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏതു മേഖലയിലെ മികവിനാണ്? പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തിലെ മികവിനാണ് സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകപ്പെടുന്നത്. വിദ്യാഭോഷിണി സഭ ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭോഷിണി സഭ ആരംഭിച്ചത്. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം? 1938. 1938 കല്ലറ പാങ്ങോട് സമരം നടന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്ന പദാർത്ഥം ഏത്? ആസിഡ്. ആസിഡ് ആണ് നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്ന പദാർത്ഥം. ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കുന്ന പദാർത്ഥം ഏതാണ്? ബേസ്. ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കുന്ന പദാർത്ഥമാണ് ബേസ്. മെർക്കുറിയുടെ ദ്രവണാങ്കം എത്രയാണ്? -39°C. -39°C ആണ് മെർക്കുറിയുടെ ദ്രവണാങ്കം. കേരളത്തിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത് എവിടെ? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത്. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? അറ്റ്ലസ്. വിവിധ ഭൂപടങ്ങൾ ചേർത്തുണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് അറ്റ്ലസ്. ചെറുകുടലിന്റെ നീളം എത്ര? 5 മുതൽ 6 മീറ്റർ വരെ നീളം. മനുഷ്യ ശരീരത്തിലെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ടാവും. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളെ എന്ത് വിളിക്കുന്നു? വില്ലസുകൾ. ചെറുകുടലിലെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. അസ്ഥികൾ, പല്ലുകൾ എന്നിവയുടെ വളർച്ചയ്ക്കും നാഡീപേശി പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും സഹായിക്കുന്ന പോഷക ഘടകം ഏത്? ധാതുക്കൾ. എന്താണ് ധാതുക്കൾ? അസ്ഥികൾ, പല്ലുകൾ എന്നിവയുടെ വളർച്ചയ്ക്കും നാഡീപേശി പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും സഹായിക്കുന്ന പോഷക ഘടകമാണ് ധാതുക്കൾ. ഇനാമലിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കടുപ്പമേറിയ ഭാഗമാണ്, വെള്ള നിറമായിരിക്കും, നിർജീവമാണ്. ഇനാമലിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കടുപ്പമേറിയ ഭാഗമാണ്, വെള്ള നിറമാണ്, നിർജീവമാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏത്? കവരത്തി. കവരത്തിയാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഏതു മലയാള കവിക്കാണ് മദ്രാസ് സർവകലാശാല 1922 മഹാകവി പട്ടം നൽകിയത്? കുമാരനാശാൻ. കുമാരനാശാനാണ് മദ്രാസ് സർവകലാശാല 1922 മഹാകവി പട്ടം നൽകിയത്. ഗാന്ധിജി പന്മന ആശ്രമം സന്ദർശിച്ചത് എന്നാണ്? 1934 ജനുവരി 20. 1934 ജനുവരി 20 ഗാന്ധിജി പന്മന ആശ്രമം സന്ദർശിച്ചത്. ഖരാവസ്ഥയിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്.
കാർബൺ ഡൈ ഓക്സൈഡ് ഖരാവസ്ഥയിലുള്ളപ്പോൾ ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നു. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ. ഗാൾട്ടൺ വിസിൽ. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഏതാണ്? ഗാൾട്ടൺ വിസിൽ. കേരളത്തിലെ നദികളുടെ എണ്ണം 44 നദികളാണ് കേരളത്തിലുള്ളത്. ഭൂകമ്പ ദുരന്ത തീവ്രത ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ ആണ് ഭൂകമ്പ ദുരന്ത തീവ്രത ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം. 1857 വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം? മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിൽ വെച്ചിട്ടാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ്? ആർഗൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകമാണ് ആർഗൺ. അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകം ഏതാണ്? അമോണിയ. അമോണിയയാണ് അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603. വൈക്കം സത്യാഗ്രഹം 603 ദിവസങ്ങളാണ് നീണ്ടുനിന്നത്. 1964 മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി MES സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ. ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ ആണ് 1964 മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി MES സ്ഥാപിച്ചത്. ഫ്രഞ്ച് ഭാഷ പ്രചാരത്തിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത്? പുതുച്ചേരി. പുതുച്ചേരിയാണ് ഫ്രഞ്ച് ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം. പ്രസിദ്ധമായ ഇന്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻഡമാൻ ദ്വീപ് സമൂഹത്തിൽ. പ്രസിദ്ധമായ ഇന്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലാണ്. മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം? ബിലിറൂബിൻ. മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് ബിലിറൂബിൻ. പരമ്പരാഗതമായി വരുന്നതും രക്തകട്ട പിടിക്കാത്തതുമായ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഹീമോഫീലിയ. പരമ്പരാഗതമായി വരുന്നതും രക്തം കട്ടപിടിക്കാത്തതുമായ ഒരവസ്ഥയാണ് ഹീമോഫീലിയ. മദ്രാസിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവ് ആരാണ്? VO ചിദംബരം പിള്ള. മദ്രാസിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാവായിരുന്നു VO ചിദംബരം പിള്ള. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക പേര് എന്ത്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക പേരാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സാധാരണ സംസാരത്തിൽ ഇതിലുണ്ടാകുന്ന ശബ്ദത്തിന്റെ തീവ്രത എത്ര? സാധാരണ സംസാരത്തിൽ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ തീവ്രതയാണ് 40 മുതൽ 60 ഡെസിബൽ. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളെ എന്ത് വിളിക്കുന്നു? ഇൻഫ്രാസോണിക്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളെ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ചൈനയുടേതാണ്. എന്താണ് ഇതിന്റെ പേര്? ചൈനീസ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. ചൈനയിലെ പാർലമെന്റിന്റെ പേരാണ് ചൈനീസ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ആണ് ചൈനയുടെ പാർലമെന്റ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതായിരുന്നു? സിംല കരാർ. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് സിംല കരാർ. 2017 കേരളത്തിലടക്കം നാശം വിതച്ച ചുഴലിക്കാറ്റിന്
കണ്ണ് എന്നർത്ഥം വരുന്ന ഓഖി എന്ന പേര് നൽകിയ രാജ്യം? ബംഗ്ലാദേശ്. 2017 കേരളത്തിലടക്കം നാശം വിതച്ച ചുഴലിക്കാറ്റിന് കണ്ണ് എന്ന അർത്ഥം വരുന്ന ഓഖി എന്ന പേര് നൽകിയത് ബംഗ്ലാദേശ് ആണ്. 1960 ജൂലൈ 21 ശ്രീലങ്കൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആരാണ് ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി? സിരിമാവോ ബന്ദാരനായികെ. 1960 ജൂലൈ 21 ശ്രീലങ്കൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ സിരിമാവോ ബന്ദാരനായികയാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. ഇടിമിന്നലിന്റെ നാട്, ഔഷധ സസ്യങ്ങളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഇടിമിന്നലിന്റെ നാട്, ഔഷധ സസ്യങ്ങളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന രാജ്യമാണ് ഭൂട്ടാൻ. സാർക്കിൽ എത്ര അംഗരാജ്യങ്ങളാണുള്ളത്? 8 അംഗരാജ്യങ്ങളാണ് സാർക്കിലുള്ളത്. ഏതൊക്കെയാണ് ഈ 8 രാജ്യങ്ങൾ? ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. സാർക്കിലെ 8 അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല. ചേർത്തലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക്. മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി ആരാണ്? KR നാരായണൻ. രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളിയാണ് KR നാരായണൻ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിന് തുല്യമായിരിക്കും? അറ്റോമിക നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക നമ്പറിന് തുല്യമായിരിക്കും. സമുദ്രജലം നീല നിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം എന്താണ്? വിസരണം. സമുദ്രജലം നീല നിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വിസരണം. മലങ്കര ജലസേചന പദ്ധതി ഏതു ജില്ലയിലാണ്? ഇടുക്കി. മലങ്കര ജലസേചന പദ്ധതി ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും അധികം വന്യജീവികളുള്ള ഭൂഖണ്ഡം ഏത്? ആഫ്രിക്ക. ആഫ്രിക്കയാണ് ഏറ്റവും അധികം വന്യജീവികളുള്ള ഭൂഖണ്ഡം. ചെറുകുടലിന്റെ ആദ്യ ഭാഗം ഏത്? പക്വാശയം. ചെറുകുടലിന്റെ ആദ്യ ഭാഗം അറിയപ്പെടുന്നത് പക്വാശയം എന്നാണ്. ആഹാരത്തിലൂടെ ലഭിക്കേണ്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാം? ധാന്യം, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വൈറ്റമിനുകൾ, ജലം. ആഹാരത്തിലൂടെ ലഭിക്കേണ്ട പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണ്? ധാന്യം, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വൈറ്റമിനുകൾ, ജലം. ഉപാപചയ പ്രവർത്തനം സുഗമമായി നടക്കുന്നതിന് കണ്ണ് തുടങ്ങിയ അവയവങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിൽ സഹായിക്കുന്ന പോഷക ഘടകം ഏത്? വൈറ്റമിനുകൾ. ഉപാപചയ പ്രവർത്തനം സുഗമമായി നടക്കുന്നതിന് കണ്ണ് തുടങ്ങിയ അവയവങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിൽ സഹായിക്കുന്ന പോഷക ഘടകമാണ് വൈറ്റമിനുകൾ. ദഹനരസങ്ങളുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത് എന്താണ്? ശ്ലേഷ്മം. ദഹനരസങ്ങളുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മം ആണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം ഏത്? കൊൽക്കത്ത. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. ഏതു വർഷമാണ് അയ്യങ്കാളിയുടെ ബഹുമാനാർത്ഥം ഇന്ത്യൻ തപാൽ മുദ്ര പുറത്തിറങ്ങിയത്? 2002. 2002 അയ്യങ്കാളിയുടെ ബഹുമാനാർത്ഥം ഇന്ത്യൻ തപാൽ മുദ്ര പുറത്തിറങ്ങിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആദ്യ തിരുവിതാംകൂറുകാരൻ
ആരാണ്? ജി പി പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആദ്യ തിരുവിതാംകൂറുകാരൻ ആരാണ്? ജി പി പിള്ള. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ലാവോസിയ. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ലാവോസിയ ആണ്. ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. കേരളത്തിലെ മിക്ക നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സഹ്യപർവ്വതം. കേരളത്തിലെ മിക്ക നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സഹ്യപർവ്വതത്തിൽ നിന്നാണ്. 2001 ഉരുൾപൊട്ടൽ നടന്ന അമ്പൂരി ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം. 2001 ഉരുൾപൊട്ടൽ നടന്ന അമ്പൂരി തിരുവനന്തപുരം ജില്ലയിലാണ്. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഝാൻസി റാണി. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഝാൻസി റാണി. മനു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി ആര്? റാണി ലക്ഷ്മിഭായി. മനു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി ആരാണ്? റാണി ലക്ഷ്മിഭായി. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം? അലസൻ. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അലസൻ. കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ്? ആർഗൺ. ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് ഇരുമ്പ്. ഇരുമ്പാണ് ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി? KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം? ഹൈദരാബാദ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദ്. ISROയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ISROയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. ശ്വേതരക്താണുക്കളുടെ ആയുസ് എത്രയാണ്? 1 മുതൽ 15 ദിവസം വരെ. ശ്വേതരക്താണുക്കളുടെ ആയുസ് എത്രയാണ്? 1 മുതൽ 15 ദിവസം വരെ. മർമ്മം അഥവാ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം ഏത്? ചുവന്ന രക്താണുക്കൾ. മർമ്മം അഥവാ ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശം ഏതാണ്? ചുവന്ന രക്താണുക്കൾ. ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയാണ്. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനുമേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചതാര്? സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനുമേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. വായുവിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗം എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. വായുവിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗം എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗത്തിന് എന്ത് സംഭവിക്കും? ശബ്ദവേഗം കൂടുന്നു. ഊഷ്മാവ് അതായത് ചൂട് കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ വേഗം കൂടുതലായിരിക്കും. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗം കൂടുന്നു. ചൈനയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിനോളജി. ചൈനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ സിനോളജി എന്നറിയപ്പെടുന്നു. 1966 ജനുവരി 10 ലാൽ ബഹദൂർ ശാസ്ത്രിക്കൊപ്പം താഷ്കന്റ് കരാർ ഒപ്പുവെച്ച പാക് പ്രസിഡന്റ് ആരായിരുന്നു? അയ്യൂബ് ഖാൻ. 1966 ജനുവരി 10 ലാൽ ബഹദൂർ ശാസ്ത്രിക്കൊപ്പം താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച പാക് പ്രസിഡന്റ് ആരായിരുന്നു? അയ്യൂബ് ഖാൻ.
ലോകത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ലോകത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇന്ത്യക്ക് പുറത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പേപ്പർലെസ് ബാങ്കിംഗ് സിസ്റ്റം ആരംഭിച്ച രാജ്യം? നേപ്പാൾ. നേപ്പാളിലാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പേപ്പർലെസ് ബാങ്കിംഗ് സിസ്റ്റം ആരംഭിച്ചത്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഏതാണ്? ഭോലു എന്ന ആനക്കുട്ടി. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഏതാണ്? ഭോലു എന്ന ആനക്കുട്ടിയാണ്. സാർക്ക് സംഘടനയിൽ ഏറ്റവും ഒടുവിൽ അംഗത്വം ലഭിച്ച രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനാണ് സാർക്ക് സംഘടനയിൽ ഏറ്റവും ഒടുവിൽ അംഗത്വം ലഭിച്ച രാജ്യം. സാർക്ക് സംഘടനയിൽ എത്ര രാജ്യങ്ങളുണ്ട്? 8 രാജ്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. മദർ ഇന്ത്യ രചിച്ചത് ആര്? കാതറിൻ മേയോ. മദർ ഇന്ത്യ രചിച്ചത് ആരാണ്? കാതറിൻ മേയോ. പുല്ലാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് പുല്ലാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് 1920-ൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്? ഖിലാഫത്ത്. ഖിലാഫത്ത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് 1920-ൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. SNDP യോഗത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ധർമ്മപട സംഘം രൂപവൽക്കരിച്ചത് ആര്? TK മാധവൻ. SNDP യോഗത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ധർമ്മപട സംഘം രൂപവൽക്കരിച്ചതാരാണ്? TK മാധവൻ. സഖാവ് എന്ന നാടകം ആരുടെ ജീവിത കഥയാണ് അവതരിപ്പിക്കുന്നത്? P. കൃഷ്ണപിള്ള. സഖാവ് എന്ന നാടകം ആരുടെ ജന്മകഥയാണ് അവതരിപ്പിക്കുന്നത്? P. കൃഷ്ണപിള്ള. ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം? ക്ലോറോഫ്ലൂറോ കാർബൺ. ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകമാണ് ക്ലോറോഫ്ലൂറോ കാർബൺ. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നിയോൺ. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നിയോൺ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം ഏത്? ഓണം. ഓണമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം. സിംല കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് സിംല കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. സിംല കരാറിനെ പറ്റി നമ്മൾ കുറച്ചു മുന്നേ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1971-ലെ ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നാണ് 1972-ൽ സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ സിംല കരാർ ഒപ്പുവെച്ചതെന്ന്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമൽ. ആഹാരത്തിലൂടെ ശരീരത്തിന് ഊർജദായകമായി മാറുന്ന പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധാന്യവും കൊഴുപ്പും. ആഹാരത്തിലൂടെ ശരീരത്തിന് ഊർജദായകമായി മാറുന്ന പോഷക ഘടകങ്ങളാണ് ധാന്യവും കൊഴുപ്പും. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ്? ഉളിപ്പല്ലാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ലാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ കോമ്പല്ലാണ്. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കും. അതുപോലെ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്നത് ഉളിപ്പല്ലാണ്. ദഹനം പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം 4 മുതൽ 5 മണിക്കൂർ വരെ. 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ദഹനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിന്റെ എത്ര ശതമാനം വനം വേണ്ടതുണ്ട്? 33%. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിന്റെ 33% ഭാഗം വനമായിട്ട് വേണ്ടതുണ്ട്. 1904-ൽ അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്?
അയ്യങ്കാളി. 1904 അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത്. മനുഷ്യന്റെ പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന ലഘുയന്ത്രങ്ങളായ ഉത്തോലകങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ആർക്കിമിഡീസ്. മനുഷ്യന്റെ പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന ലഘുയന്ത്രങ്ങളായ ഉത്തോലകങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലീയ രൂപാന്തരം എന്താണ്? വജ്രം. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് വജ്രം.